സെക്കൻഡ് ഫീച്ചറാണ് ഇറ്റ് ഈസ് ദി സ്റ്റഡി ഓഫ് സെറ്റ് ഓഫ് സിസ്റ്റമാറ്റിക് നോളേജ് അബൌട്ട് മോറൽ ബിഹേവിയർ ആൻഡ് കണ്ടക്റ്റ്. സോ ഇറ്റ് ഈസ് എ സോഷ്യൽ സയൻസ്. എത്തിക്സിനൊരു സോഷ്യൽ സയൻസ് എന്നും കൂടി പറയും. കാരണം ഇവിടെ സെറ്റ് ഓഫ് സിസ്റ്റമാറ്റിക് നോളേജ് അബൌട്ട് മോറൽ ബിഹേവിയർ, എങ്ങനെയാണ് ശരിയായിട്ട് നമ്മൾ ബിഹേവ് ചെയ്യേണ്ടത്, അതിൻ്റെ ഒരു സിസ്റ്റമാറ്റിക് നോളേജിൻ്റെ ഒരുപാട് അറിവുകളുണ്ടാവും. നമ്മൾ ശരിയായിട്ട് ബിഹേവ് ചെയ്യേണ്ടതിൻ്റെ ഒരുപാട് അറിവുകളുണ്ടാവും. അതിൻ്റെ ഒരു സെറ്റ് ഓഫ് നോളേജിനെയാണ്, അതിന് പഠിക്കുന്നതിനെയാണ് എത്തിക്സ് എന്ന് പറയുന്നത്. തേർഡ് വൺ ആണ് ഇറ്റ് സീക്സ് ടു ഡിറ്റർമൈൻ ദി നേച്ചർ ഓഫ് ദി നോംസ്, ഐഡിയൽ ഓർ സ്റ്റാൻഡേർഡ് ആൻഡ് സീക്സ് ടു എൻക്വയർ ഇൻ ടു ഫിറ്റ്നസ് ഓഫ് ഹ്യൂമൻ ആക്ഷൻ ഇൻ ടു ദി സ്റ്റാൻഡേർഡ്സ്. അതായത് ഇവിടെ നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത് നേച്ചർ ഓഫ് നോംസ്, എങ്ങനെയൊക്കെ നമ്മൾ പെരുമാറണം, എങ്ങനെയാണ് അതിൻ്റെ, അതായത് ഇവിടെ ഡിറ്റർമൈൻ ചെയ്യുന്നത് എങ്ങനെ നമ്മൾ പെരുമാറണം, അതുപോലെ എങ്ങനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡായിട്ട് പെരുമാറേണ്ടത്, നമ്മളെ ആ സ്റ്റാൻഡേർഡായിട്ട് ഫിറ്റ് ചെയ്യുന്ന ആ രീതിക്ക് മാറ്റുന്നതിനാണ് നമ്മൾ എത്തിക്സ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് ശരിയായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കിയതിന് ശേഷം അത് സ്റ്റാൻഡേർഡായിട്ട് നമ്മൾ ബിഹേവ് ചെയ്യുന്നതിനെ എത്തിക്സ് എന്ന് പറയും. നെക്സ്റ്റ് പറയുന്ന ഫീച്ചറാണ് ഇറ്റ് ഈസ് ആൻ ഏരിയ ഡീലിംഗ് വിത്ത് മോറൽ ജഡ്ജ്മെൻറ്റ് റിഗാർഡിങ് വോളണ്ടറി ഹ്യൂമൻ കണ്ടക്റ്റ്. അതായത് ഇത് ഒരു ഏരിയയാണ്. ഇവിടെ മോറൽ ജഡ്ജ്മെൻ്റ് ആണ് ഡീൽ ചെയ്യുന്നത്. എന്തിനെ കുറിച്ചാണെന്ന് വെച്ചാൽ വോളണ്ടറി ഹ്യൂമൻ കണ്ടക്റ്റ്, നമ്മൾ സ്വമേധയായിട്ട് നമ്മൾ എങ്ങനെ പെരുമാറണം, നമ്മുടെ പെരുമാറ്റ രീതി എങ്ങനെ മാറ്റണം, അതിനായിട്ട് ഉള്ള ഒരു ഏരിയ ഡീൽ ചെയ്യുന്നതിനെയാണ് എത്തിക്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് ഇറ്റ് സെപ്പറേറ്റ്സ് ഗുഡ് ആൻഡ് ബാഡ്, റൈറ്റ് ആൻഡ് റോങ്, ഫെയർ ആൻഡ് അൺഫെയർ, മോറൽ ആൻഡ് immoral, and proper and improper human action. അതായത് ഇവിടെ ഇത് എന്ത് ചെയ്യാണ്, സെപ്പറേറ്റ് ചെയ്യാണ്, ഇത് തരംതിരിക്കുന്നുണ്ട്, ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്, ഏതൊക്കെയാണ് തെറ്റായിട്ടുള്ളത്, അതുപോലെ നമുക്ക് നല്ലത് ഏത്, നമുക്ക് ചീത്ത ഏത്, അതുപോലെ ഫെയർ ആയിട്ടുള്ള കാര്യങ്ങൾ ഏത്. ഫെയർ എന്ന് പറഞ്ഞാൽ നമുക്ക് ശരിയായിട്ടുള്ളത്, അതായത് നീതിപൂർവമായിട്ടുള്ളത്, അതല്ലാതെ ഉള്ളത്, മോറലായിട്ട് നമ്മുടെ ധാർമ്മികതത്വം ഉള്ളത് ഏത്, ഇമ്മോറലായിട്ടുള്ള കാര്യങ്ങൾ ഏതാ, നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഇംപ്രോപ്പറായിട്ട് ചെയ്യുന്ന ഹ്യൂമൻ ആക്ഷൻസിനൊക്കെ ഇത് തരംതിരിക്കുന്നുണ്ട്. അപ്പോൾ എത്തിക്സ് ഒരു എത്തിക്കലായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടായിരിക്കണം ചെയ്യേണ്ടത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അബൌട്ട് വാട്ട് ഈസ് റൈറ്റ് ആൻഡ് വാട്ട് ഈസ് റോങ്. ഇതെന്ന് പറയുന്നത് എന്താണ് ശരി, എന്താണ് തെറ്റ് എന്നുള്ള തെറ്റ് എന്നതിനെ കുറിച്ചിട്ടായിരിക്കും. അതുപോലെ തന്നെ ദ ലോ ഈസ് അബൌട്ട് വാട്ട് ഈസ് ലോഫുൾ ആൻഡ് വാട്ട് ഈസ് അൺലോഫുൾ. അതായത് ഈ ഒരു നിയമത്തിൽ പറയുന്നത് എത്തിക്സ് എന്ന് പറയുമ്പോൾ എന്താണ് ലോഫുൾ ആയിട്ടുള്ളത്, അതുപോലെ എന്താണ് അൺലോഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയാം. അപ്പോൾ ഒരാളെ പൈസ മോഷ്ടിക്കുന്നത്, മറ്റൊരാളുടെ ക്യാഷ് നമ്മൾ കൈവശം വെക്കുന്നത് എന്നുള്ളത് അൺലോഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതെന്തല്ല എത്തിക്കൽ, നമുക്ക് എവിടുന്നേലും കളഞ്ഞ് കിട്ടിയൊരു എമൗണ്ട്, കളഞ്ഞ് കിട്ടിയ കുറച്ച് പൈസ ഉണ്ട്, ആ പൈസ നമ്മൾ കൈവശം വെക്കുന്നത് അൺഎത്തിക്കലായിട്ടുള്ളൊരു ബിഹേവിയറാണ്. അപ്പോൾ എത്തിക്കലായിട്ടാണെങ്കിൽ നമ്മളത് ആരെങ്കിലും ഏൽപ്പിക്കുക, നമ്മൾ പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുക, അല്ലെങ്കിൽ നമ്മളത് നമ്മൾ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാണ്ടിരിക്കുക, അതായിരിക്കും നമ്മൾ ചെയ്യുന്ന ശരിയായിട്ടുള്ള മോറലായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഫീച്ചേഴ്സ് ഓഫ് എത്തിക്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് എത്തിക്സ് ആൻഡ് മൊറാലിറ്റിയും എത്തിക്സും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ്, എന്താണ് ഈ വേർഡും എത്തിക്സും അതുപോലെ മൊറാലിറ്റിയും എന്ന് പറയുന്നത്. Morality is derived from the root moralities in the Latin word which means conduct or manner. അതായത് മൊറാലിറ്റി എന്ന് പറയുന്നത് ലാറ്റിൻ വേർഡിൽ നിന്നാണ് ഇത് ഡിറൈവ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് കണ്ടക്റ്റ് ഓർ മാനർ, പെരുമാറ്റം, നമ്മളെ പെരുമാറ്റം എങ്ങനെ, നമ്മൾ ഏത് രീതിയിലാണ് ചെയ്യുന്നത്, അതിനെയാണ് മൊറാലിറ്റി എന്ന് പറയുന്നത്. പക്ഷേ എത്തിക്സ് എന്ന് പറയുന്ന വേർഡ് ഡിറൈവ് ചെയ്യുന്നത് എത്തിക്കോസ് എന്ന വേർഡിൽ നിന്നാണ്. ഇതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ക്യാരക്ടർ, നമ്മുടെ സ്വഭാവമാണ് എന്ത് എത്തിക്സ് എന്ന് പറയുന്നത്. അത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചേഞ്ച് ചെയ്യാം. Hence, ethics mean character and morality means behavior or conduct. Ethics refer to rules provided by an external source. അതായത് എത്തിക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് തരുന്ന റൂൾസാണ്, പുറത്തുള്ള കാര്യങ്ങളിൽ എങ്ങനെ ബിഹേവ് ചെയ്യേണ്ടെന്നുള്ള റൂൾസാണ് എന്ത് എത്തിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ എത്തിക്സ് മൊറാലിറ്റി നമ്മൾ ഡിഫറൻസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ, മൊറാലിറ്റി പറയുകയാണെങ്കിൽ നമ്മളെ പേഴ്സണൽ ബിഹേവിയർ, നമ്മളെ റിലീജിയസ്, നമ്മളെ കാസ്റ്റ്, അതൊക്കെ അനുസരിച്ച് നമ്മൾ എങ്ങനെയാണ് ഒരാളോട് പെരുമാറുന്നത്, എങ്ങനെയാണ് ഒരു സിറ്റുവേഷനിൽ നമ്മൾ ബിഹേവ് ചെയ്യുന്നത്, അതിനാണ് മൊറാലിറ്റി എന്ന് പറയുന്നത്. പക്ഷേ എത്തിക്സ് അങ്ങനെയല്ല, പൊതുവായിട്ടും എങ്ങനെയാണ് എല്ലാവരും ചെയ്യേണ്ടത്,
അതായത് നമ്മളിപ്പോൾ പൊതുവായിട്ട് നമ്മൾ കുറേ എക്സാമ്പിൾ പറഞ്ഞു എത്തിക്കലായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പോൾ പൊതുവായിട്ട് നമ്മൾ എങ്ങനെ ചെയ്യണം, അതിനാണ് എത്തിക്സ് എന്ന് പറയുന്നത്. പക്ഷെ കുറേ പേര് പറയുന്നുണ്ട് എത്തിക്സും മൊറാലിറ്റി എന്ന് പറയുന്നത് ഒരേപോലെയാണ്. പക്ഷേ ആ ഒരു രണ്ട് വേർഡും തമ്മിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. എത്തിക്സ് എന്ന് പറയുമ്പോൾ വാട്ട് ഐ ബിലീവ് ആൻഡ് സേ ഐ ബിലീവ്, നമ്മൾ എന്താണ് വിശ്വസിക്കുന്നത് അതായിരിക്കണം നമ്മൾ പറയേണ്ടത്. പക്ഷേ മൊറാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, അതാണ് മൊറാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ മൊറാലിറ്റി ഒരു ഇൻഡിവിജ്വലിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. പക്ഷേ എത്തിക്സ് എന്ന് പറയുന്നത് ടോട്ടലായിട്ട് സൊസൈറ്റീനെ ബേസ് ചെയ്തിട്ടായിരിക്കും എത്തിക്സ് ഉണ്ടായിരിക്കുക. ഇനി ഇതിൽ വരുന്ന കുറച്ച് ഡിഫറൻസുകളാണ് പറയുന്നത്. എത്തിക്സ് ഫോക്കസസ് ഓൺ ദി ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് ഫോർ ഡിറ്റർമൈനിങ് റൈറ്റ് ആൻഡ് റോങ്, which sometimes is a matter of weighing the pros and cons or competing values and interest. എത്തിക്സ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിനെയാണ്. എന്താണ് ശരി, എന്താണ് തെറ്റ്, അത് നമ്മൾ ശരിയായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണം, അതുപോലെ തെറ്റായിട്ടുള്ള കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് നമ്മൾ ആ ഡിസിഷൻ മേക്ക് ചെയ്യുന്ന, നമ്മൾ ആ തീരുമാനം എടുക്കുന്ന ആ ഒരു പ്രോസസ്സാണെന്ത് എത്തിക്സ് എന്ന് പറയുന്നത്. ഇത് ചില സമയത്തിൽ എന്തുണ്ട്, നമുക്ക് നെഗറ്റീവായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടായിരിക്കും നമ്മൾ ആ തീരുമാനം എടുക്കുന്നത്. പക്ഷെ മൊറാലിറ്റി പറഞ്ഞാൽ അങ്ങനെയല്ല. ഇറ്റ് ഈസ് എ കോഡ് ഓഫ് ബിഹേവിയർ യൂഷ്വലി ബേസ്ഡ് ഓൺ റിലീജിയസ് ടെനറ്റ്സ് വിച്ച് ഓഫൺ ഇൻഫോം അവർ എത്തിക്കൽ ഡിസിഷൻസ്. ഈ മൊറാലിറ്റി പറഞ്ഞാൽ നമ്മൾ റിലീജിയസ് ടെനറ്റ്സിനൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും. പിന്നെ റിലീജിയസിൻ്റെ കുറേ തത്വങ്ങളും കാര്യങ്ങളും ഉണ്ടായിരിക്കും. ഇപ്പോൾ ഓരോ റിലീജിയസിനും ഒരുപാട് അവരുടേതായിട്ടുള്ള പ്രിൻസിപ്പിൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ബേസിലായിരിക്കും നമ്മളെ മൊറാലിറ്റി, നമ്മുടെ കോഡ് ഓഫ് ബിഹേവിയർ, നമ്മൾ എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത് അങ്ങനെയുള്ളത്. മുസ്ലിംസ് ആണെങ്കിൽ എല്ലാവരും തലയിൽ തട്ടൊക്കെ ഇടുന്നുണ്ട്. പക്ഷെ ഹിന്ദുസിന് അത് ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് ഓരോ റിലീജിയസ് ആയിട്ട് അവർ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അതാണ് മൊറാലിറ്റി എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് മൊറൽസ് കം ഫ്രം വിത്തിൻ വൺസ് ഓൺ ഇൻറ്റേർണൽ റേഞ്ച്. ഈ മൊറൽസ് നമ്മുടെ സ്വന്തം ഇൻറ്റേർണലല്ല, നമ്മുടെ അകത്തുള്ള കാര്യങ്ങളാണ് മൊറൽസ് എന്ന് പറയുന്നത്. നമ്മുടെ സ്വഭാവം, നമ്മുടെ പെരുമാറ്റ രീതിയാണ് മൊറൽസ് എന്ന് പറയുന്നത്. പക്ഷേ എത്തിക്സ് എന്ന് പറയുന്നത് പുറത്തുള്ള കാര്യങ്ങൾ, എക്സ്ട്രിൻസിക് ആയിരിക്കും. ബാഹ്യമായിട്ട് നമ്മൾ എങ്ങനെയാണ് പെരുമാറേണ്ടത്, ഏതാണ് ശരി, എന്താണ് നമ്മൾ തീരുമാനങ്ങൾ എടുക്കുക, അതാണ് അത് തമ്മിലുള്ള സെക്കൻഡ് ഡിഫറൻസ് എന്ന് പറയുന്നത്. തേർഡ് വൺ, എത്തിക്സ് ഡീൽസ് വിത്ത് ദി കോഡ് ഓഫ് കണ്ടക്ട് സെറ്റ് ഫോർ പോളിസീസ് ഇൻ ദി വർക്ക് പ്ലേസ്. എത്തിക്സ് എന്ന് പറയുന്നത് നമ്മളൊരു വർക്ക് പ്ലേസ്, ഇപ്പോൾ എവിടെയാണ് ഒരു സ്ഥാപനത്ത് വർക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, അവിടെ നമ്മൾ എങ്ങനെ പെരുമാറണം, നമ്മൾ എന്ത് കോഡ് ഓഫ് കണ്ടക്റ്റിലാണ് ബിഹേവ് ചെയ്യേണ്ടത്, അതിനൊക്കെ ഡീൽ ചെയ്യുന്നതാണ് എത്തിക്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ 10 മണി തൊട്ടിട്ട് 5 മണി വരെ അവിടെ വർക്കിംഗ് ടൈം ആയിരിക്കും. അപ്പോൾ ആ ഒരു സമയത്തിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് അവിടെ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ചെയ്യുന്നത് നമ്മൾ എത്തിക്കലായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ബിഹേവിയർ. പക്ഷേ നമുക്ക് തോന്നുമ്പോൾ വന്നിട്ട് നമുക്ക് തോന്നുമ്പോൾ ഇറങ്ങി പോകുക എന്നുള്ളത് അൺഎത്തിക്കലായിരിക്കും. പക്ഷേ മൊറാലിറ്റി എന്ന് പറയുന്നത് ഇസ് ദി സ്റ്റാൻഡേർഡ്സ് ദാറ്റ് വി ഇൻഡിവിജ്വലി സെറ്റ് ഫോർ ഔട്ട്സോഴ്സർ ഇൻ റിഗാർഡ്സ് ടു റൈറ്റ് ആൻഡ് റോങ്. അതായത് മൊറാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, നമ്മളെ നമ്മളെ മനസ്സിൽ നമ്മൾ ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് മൊറാലിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, എത്തിക്സ് ഈസ് എ സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾസ് ഡെവലപ്ഡ് പർപ്പസ്ഫുള്ളി ഓവർ ടൈം. എത്തിക്സ് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾസ് ആണ്, ഡെവലപ്ഡ് പർപ്പസ്ഫുള്ളി ഓവർ ടൈം. നമ്മൾ പർപ്പസ്ഫുള്ളി ആയിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യേണ്ട കാര്യത്തിനനുസരിച്ചിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾസ് ആണ് എത്തിക്സ് എന്ന് പറയുന്നത്. പക്ഷേ മൊറാലിറ്റി എന്ന് പറയുന്നത് ഇൻറ്റ്യൂറ്റീവ്ലി ആണ്. അതായത് നമ്മുടെ അകത്ത് തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, നമ്മൾ ഫീൽ ചെയ്യുന്ന കാര്യങ്ങളാണ് മൊറാലിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഡിഫറൻസ് ആണ് എത്തിക്സ് ഈസ് എ മാപ്പ് ഓഫ് ഹൗ വൺ മേക്ക് ചോയ്സസ്. എത്തിക്സ് എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മൾ ഡിസിഷൻസ് എടുക്കുക, നമ്മൾ തീരുമാനങ്ങൾ എടുക്കുക, നമ്മൾ സെലക്ട് ചെയ്യേണ്ട കാര്യങ്ങൾ അത് ഷോ ചെയ്യുന്ന മാപ്പാണ് എത്തിക്സ് എന്ന് പറയുന്നത്. പക്ഷേ മൊറാലിറ്റി എന്ന് പറയുന്നത് എസ്റ്റാബ്ലിഷ്ഡ് കോഡ് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ബിഹേവിയർ. നമ്മൾ നമ്മുടെ സ്വഭാവത്തിലുള്ള കോഡ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിനാണ് മൊറാലിറ്റി എന്ന് പറയുന്നത്. എത്തിക്സ് സ്റ്റാൻഡേർഡ്സ് വാട്ട് ഷുഡ് ബി. എത്തിക്സ് സ്റ്റാൻഡേർഡ്സ് ഓഫ് വാട്ട് ഷുഡ് ബി, അതായത് എത്തിക്സ് എന്ന് പറയുന്നത് വാട്ട് വി ഔട്ട് ടു ഡു. മൊറാലിറ്റി ഈസ് വൺ ഓഫ് വാട്ട് വി ഡു, ഹൗ വി ആക്ച്വലി ബിഹേവ്, ഫോക്കസ്ഡ് ഓൺ വാട്ട് ഈസ്. എത്തിക്സ് എന്ന് പറയുന്നത് നമ്മൾ എന്താണ് ചെയ്യുന്നത്, അതുപോലെ നമ്മൾ എന്തൊക്കെ ചെയ്യേണ്ടിയിരിക്കുന്നു, അതൊക്കെയാണ് എത്തിക്സ് എന്ന് പറയുന്നത്. പക്ഷേ മൊറാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്തത്,
അതുപോലെ എങ്ങനെയാണ് നമ്മൾ ബിഹേവ് ചെയ്യുന്നത്, അതുപോലെ നമ്മൾ എന്തിലാണ് ഫോക്കസ് ചെയ്യുന്നത്, എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫോക്കസ് ചെയ്യുന്നത്, അതൊക്കെയാണ് മൊറാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഡിഫറൻസ് ബിറ്റ്വീൻ എത്തിക്സ് ആൻഡ് മൊറാലിറ്റി. നെക്സ്റ്റ് വരുന്ന ടോപ്പിക്കാണ് മോറൽ സ്റ്റാൻഡേർഡ്സ്. മൊറാലിറ്റീൻ്റെ ഒരു ഭാഗമായിട്ട് വരുന്നത് തന്നെയാണ് എന്ത്, മോറൽ സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. എ മോറൽ സ്റ്റാൻഡേർഡ് റിഫേഴ്സ് ടു ദി നോംസ് വിച്ച് വി ബിലീവ് അബൌട്ട് ദ ടൈപ്സ് ഓഫ് ആക്ഷൻ വിച്ച് വി ബിലീവ്ഡ് ടു ബി മോറലി അക്സെപ്റ്റബിൾ ആൻഡ് മോറലി അൺഅക്സെപ്റ്റബിൾ. അതായത് മോറൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് നോംസ് ആണ്, എന്ന് വെച്ചാൽ പെരുമാറ്റമാണ്. വിച്ച് വി ഹാവ് അബൌട്ട് ദി ടൈപ്സ് ഓഫ് ആക്ഷൻ വിച്ച് വി ബിലീവ് ടു ബി മോറലി അക്സെപ്റ്റബിൾ ആൻഡ് മോറലി അൺഅക്സെപ്റ്റബിൾ. നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ടത് മോറലി ആയിട്ട് ധാർമ്മികത്വത്തോടു കൂടി നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ടത് എന്താണ്, അതുപോലെ നമ്മൾ അൺഅക്സെപ്റ്റ് ചെയ്യേണ്ടത് ചില കാര്യങ്ങളിൽ ശരിയായ തീരുമാനം ഉണ്ടാവും, തെറ്റായ തീരുമാനം. അപ്പോൾ ശരിയായത് അക്സെപ്റ്റും ചെയ്യണം, തെറ്റായത് അൺഅക്സെപ്റ്റും ചെയ്യണം. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആക്ഷൻസ്, ടൈപ്സ് ഓഫ് ആക്ഷൻസിനെയാണ് മോറൽ സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ മോറൽ സ്റ്റാൻഡേർഡ്സ് ഡീൽസ് വിത്ത് ദി മാറ്റേഴ്സ് we think of serious consequences for well human being. എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യേണ്ട ഒരു നല്ലൊരു ഹ്യൂമൻ ബീയിങ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരുപാട് മാറ്റേഴ്സ് ഉണ്ടായിരിക്കും. അതിൻ്റെയൊക്കെ അതിന് വരുന്ന കുറച്ച് സ്റ്റാൻഡേർഡ്സ് ആണ് മോറൽ സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ടൂൾസ് ഫോർ ജഡ്ജിങ് ദി മോറൽ വാല്യൂ ഓഫ് എ ഡിസിഷൻ. നമ്മളൊരു ഡിസിഷൻ എടുക്കുമ്പോൾ അതിൽ ശരിയായത് ഏതാണ്, തെറ്റായത് ഏതാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് എടുക്കുക. ഡൂസ് ആൻഡ് ഡോൺസ്, അതാണ് എന്ത് മോറൽ സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. മോറൽ സ്റ്റാൻഡേർഡ്സ് ആർ നോട്ട് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ആൻ ആക്ട് ഓർ ലോ ദ ഗവൺമെൻറ് ലെജിസ്ലേഷൻ. അതായത് മോറൽ സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് ഒരു ആക്ട് പ്രകാരം അല്ലെങ്കിൽ നിയമപ്രകാരം ഗവൺമെൻറ് ലെജിസ്ലേഷനിലൊന്നും പറയുന്നതല്ല മോറൽ സ്റ്റാൻഡേർഡ്. അത് നമ്മുടേതായിട്ടുള്ള ബിഹേവിയർ അനുസരിച്ച് നമ്മുടെ പെരുമാറ്റ രീതിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് എന്ത് മോറൽ സ്റ്റാൻഡേർഡ്സ്. നമുക്ക് സിറ്റുവേഷനിൽ ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് മനസ്സിലാക്കാൻ കഴിയണം. ആ സ്റ്റാൻഡേർഡ്സാണ് മോറൽ സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. അതൊരു നിയമത്തിലും അതുപോലെ ഒരു ഗവൺമെൻറ് ലെജിസ്ലേഷനിലും എസ്റ്റാബ്ലിഷ് ചെയ്തതല്ല. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ദേ ഒക്യുപ്പൈ എ ഹയർ ഗ്രൗണ്ട് ആൻഡ് ഷുഡ് ടേക്ക് പ്രിസിഡൻസ് ഓവർ ദി അതർ വാല്യൂസ് ഇൻക്ലൂഡിങ് സെൽഫ് ഇൻട്രസ്റ്റ്. അതായത് നമ്മുടെ തന്നെ ഏറ്റവും ഉയർന്ന നിലയിലെത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യണം, എന്തൊക്കെ വാല്യൂസ് നമ്മൾ ഇൻക്രീസ് ചെയ്യണം, എന്തൊക്കെ ടേക്ക് കെയർ ചെയ്യണം, ഇൻക്ലൂഡിങ് സെൽഫ് ഇൻട്രസ്റ്റ്. നമ്മളെ താല്പര്യപ്രകാരം നമ്മൾ എന്തൊക്കെയാണ് ഡെവലപ്പ് ചെയ്യേണ്ടത്, അത് വരുന്ന ഒരു സെറ്റ് ഓഫ് നോംസിനെയാണ് മോറൽ സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നതാണ് മോറൽ സ്റ്റാൻഡേർഡ്സ് ആർ ബേസ്ഡ് ഓൺ ഇംപാർഷ്യൽ കൺസിഡറേഷൻ. അതായത് ഇവിടെ എന്തില്ല, ഒരു പാർഷ്യലായിട്ടുള്ള കൺസിഡറേഷൻ വരുന്നില്ല. എല്ലാവരും ഒരേപോലെ അങ്ങനെ ആയിരിക്കും. നമ്മളെല്ലാവരും ഒരേപോലെ കൺസിഡർ ചെയ്തിട്ട് വേണം മോറൽ സ്റ്റാൻഡേർഡ്സ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ബേസ് ചെയ്യുന്നത് ഇംപാർഷ്യൽ കൺസിഡറേഷൻ്റെ ബേസിലായിരിക്കും. നെക്സ്റ്റ് വരുന്നതാണ് ദേ ആർ എസ്പെഷ്യലി ഇൻവോക്ഡ് ഇൻ സീരിയസ് സിറ്റുവേഷൻ. ഇത് മെയിനായിട്ട് സീരിയസ് സിറ്റുവേഷനിലൊക്കെയാണ് ഇൻവോക്ക് ചെയ്യുന്നത്. അതായത് സീരിയസ് സിറ്റുവേഷനിലാണ് നമ്മൾ ഈ ഒരു മോറൽ സ്റ്റാൻഡേർഡ്സ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ ശ്രദ്ധിക്കുന്നത്. നെക്സ്റ്റ് പറയുന്നതാണ് സൊസൈറ്റി അസോസിയേറ്റ് മോറൽ സ്റ്റാൻഡേർഡ്സ് വിത്ത് സ്പെഷ്യൽ ഇമോഷൻസ്. അതായത് ചില ഇമോഷൻസ് ഒക്കെ വരുമ്പോൾ നമ്മളെ സൊസൈറ്റിയിൽ സൊസൈറ്റിയായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് മോറൽ സ്റ്റാൻഡേർഡ്സ്. നമ്മൾ ഇൻഡിവിജ്വൽ എങ്ങനെ ബിഹേവ് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് സൊസൈറ്റിയുടെ ബിഹേവിയറും അതുപോലെ സൊസൈറ്റിയുടെ ബാക്കി കാര്യങ്ങളൊക്കെ ഇൻഡിവിജ്വൽസിനെ എഫക്റ്റ് ചെയ്തിട്ടാണ്. അപ്പോൾ ഈ ഒരു മോറൽ സ്റ്റാൻഡേർഡും ഈ സൊസൈറ്റീനെ എഫക്റ്റ് ചെയ്തിട്ട് വരുന്നതാണ് മോറൽ സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്.